നമസ്കാരം ഫുട്ബോൾ വീരന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്ലോബൽ ഫുട്ബോൾ ഡെവലപ്മെന്റ് ചീഫായ ആർസൻ വെങ്കർ ഓഫ് സൈഡ് റൂൾസിൽ പുതിയ ചേഞ്ചുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു സജഷൻ ഇട്ടിരുന്നു. അത് ഫിഫയും അതുപോലെ IFABയും മെമ്പേഴ്സും മറ്റുമൊക്കെ കൺസിഡർ ചെയ്ത കാര്യവും റിപ്പോർട്ടുകൾ വന്നിരുന്നു. കൂടാതെ പുള്ളി പ്രപ്പോസൽ ചെയ്ത കാര്യം സ്വീഡനിലെയും ഇറ്റലിയിലെയും അണ്ടർ 15s 17s മറ്റുമൊക്കെ ലോവർ ഡിവിഷൻസിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് അത് സക്സസ്ഫുൾ ആയി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ഇനി അത് നമ്മുടെ മേജർ ലീഗ്സിലോട്ടും ഗ്ലോബൽ ടൂർണമെന്റ്സിലോട്ടും ഫിഫയുടെയും മറ്റുമൊക്കെ അതുപോലെ UEFA ചാമ്പ്യൻസ് ലീഗിലും മറ്റുമൊക്കെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണോ അതോ മെയിൻ സ്ട്രീം ഫുട്ബോളിലോട്ട് ഇത് കൊണ്ടുവരണോ എന്നുള്ളൊരു ഡിസ്കഷൻ അതോ ഒരു ഫൈനൽ ഡിസിഷനിൽ ഉടനെ IFAB മറ്റുമൊക്കെ എത്തിയേക്കാം എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഉടനെ അവരൊരു കമ്മിറ്റി ഫോം ചെയ്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കഷൻ നടത്താൻ പോവുകയാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. സോഫാർ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇംപ്ലിമെന്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ള ഡിസ്കഷൻ വരാൻ പോകുന്നത്. എന്താണ് വരാൻ പോകുന്ന റൂൾ? കറന്റ് ഓഫ് സൈഡ് റൂളിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി സെമി ഓട്ടോമേറ്റഡ് VAR കോൾ വന്നതിന് ശേഷം കുറെ ഹാർഷ് ഡിസിഷൻസ് അറ്റാക്കേഴ്സിന് അഗേൻസ്റ്റ് പോയിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയാനായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഹാരി കെയിൻ അഗേൻസ്റ്റ് ലാസ്റ്റ് ഇയർ ബാർസലോണയ്ക്ക് അഗേൻസ്റ്റ് ഇതൊരു നമ്മൾ നേക്കഡായാലും അത് ഓഫ് സൈഡ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ സെമി ഓട്ടോമേറ്റഡ് VAR കോൾ അത് ഓഫ് സൈഡ് ആയിട്ട് വിളിച്ചു. കാരണം മാർജിൻ ഓഫ് എറർ ഈസ് നിൽ ഇൻ ദർ അല്ലെ. അത് ആ ഒരു സെമി ഓട്ടോമേറ്റഡ് റോബോട്ടിക് കോളാണ്. അവിടെ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്, ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് ഓഫ് സൈഡാണ്. അത് അറ്റാക്കേഴ്സിന് ഹാർഷാണ്. സിമിലർലി ലാസ്റ്റ് ഇയർ ലെവൻഡോസ്കി റയൽ സൊസൈഡാഡിന് അഗേൻസ്റ്റ് സ്കോർ ചെയ്തൊരു ഗോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും. അത് മാർജിനലി ടോയുടെ ഒരു അറ്റം ഡിഫൻഡറിനുമായിട്ട് ജസ്റ്റ് ഫ്രണ്ടിലാന്ന് പറഞ്ഞാൽ അത് ഓഫ് സൈഡ് ആക്കി വിളിക്കുകയാണ്. അങ്ങനത്തെ വളരെ ഹാർഷായിട്ടുള്ള കോളുകൾ വരാറുണ്ട്. 100% അതിൽ ചേഞ്ചുകൾ വരണമെന്ന് നമ്മളെല്ലാവരും വാദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ചേഞ്ച് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആർസൻ വെങ്കർ പ്രപ്പോസ് ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം ഇത് ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് ഇനി ഓൺ സൈഡ് ആവുകയാണ്. പുതിയ ഓഫ് സൈഡ് റൂൾ എന്താന്ന് വെച്ചാൽ ഒപ്പോണന്റ് ഡിഫൻഡറിനെ കംപ്ലീറ്റ്ലി മറികടക്കണം. ആര്? സ്ട്രൈക്കറിന്റെ എനി പാർട്ട് ഓഫ് ദ ബോഡി ആ ഡിഫൻഡറുമായിട്ട് ഇൻ ലൈനോ അല്ലെങ്കിൽ ഇൻ ബിഹൈൻഡോ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം ഈ സിറ്റുവേഷൻ ഓൺ സൈഡ് ആണ്. അൺഫെയർ അഡ്വാൻറ്റേജ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്ട്രൈക്കേഴ്സിന് കിട്ടാനായിട്ട് പോവാണ്. ആർസൻ വെങ്കർ മറ്റുമൊക്കെ പ്രപ്പോസ് ചെയ്യാനുള്ള വൺ ഓഫ് ദ റീസൺ കൂടുതൽ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ടാണ്. കൂടുതൽ ഗോളുകൾ വരും, അതുവഴി കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള പ്രപ്പോസലുകളാണ് വിട്ടുന്നത്. പിന്നെ അനാവശ്യ കൺഫ്യൂഷൻസ് ഒഴിവാക്കാമെന്നും പുള്ളി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൺഫ്യൂഷൻസ് ഈ ഒരു സിസ്റ്റത്തിനും വരും. പക്ഷേ ഈ ഒരു സിസ്റ്റം വരിക വഴി എന്തൊക്കെയാണ് ഫുട്ബോളിൽ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ പേഴ്സണലി ഇതിന് വളരെ അഗെയിൻസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു ലൈവ് സ്ട്രീം ചെയ്തിരുന്നു. അതിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊന്ന് ബ്രീഫ് ചെയ്ത് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടാതെ എക്സ്പേർട്സ് ഒപ്പീനിയനും മറ്റുമൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് എക്സ്പേർട്സും. അതായത് ഈ ഒരു റൂൾ വന്നാൽ ഫുട്ബോളിനെ എങ്ങനെ നെഗറ്റീവ്ലി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ എക്സ്പേർട്സ് അഥവാ പോസിറ്റീവ്ലിയും ബാധിക്കുന്ന കാര്യവും പറഞ്ഞിരുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഈ റൂൾ വന്നാൽ പണി കിട്ടാൻ പോകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ മെയിൻലി പണി കിട്ടാൻ പോകുന്ന ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണ് ഹാൻസി ഫ്ലിക്ക് പോലത്തെ കോച്ചുകൾക്ക് എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഹാൻസി ഫ്ലിക്ക് നമുക്കറിയാം എക്സ്ട്രാ അഗ്രസീവ്ലി ഹൈലൈൻ കളിക്കുന്ന കോച്ചാണ്. പൊതുവെയുള്ള ജർമ്മൻ കോച്ചുകൾ എക്സ്ട്രാ അഗ്രസീവ്ലി ഹൈലൈൻ കളിച്ച് ജംഗം പ്രസ് ചെയ്ത് കൗണ്ടർ പ്രസ് ചെയ്ത് ഓഫ്സൈഡ് ട്രാപ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആര്? ജർമ്മൻ കോച്ചുകൾ. പൊതുവെ ജർമ്മൻ കോച്ചുകൾക്ക് ഇത് നല്ല അടിയാവാനായിട്ട് പോവാണ്. ജർമ്മൻ കോച്ചുകൾക്ക് മാത്രമല്ല ഓവറോൾ ഫുട്ബോളിലുള്ള ഇപ്പം ചെറിയ ടീമുകൾക്കൊക്കെ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയാനായിട്ടാണ് ബ്രൈറ്റന്റെ ഹസ്ലർ, ഡിസർബി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യാം. ഈവൻ ഇഫ് നല്ല ഒപ്പോണൻസിന് അഗേൻസ്റ്റ് നമുക്ക് എക്സ്ട്രാ അഗ്രസീവ്ലി കളിച്ച് അവരെ ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു പോസിറ്റീവ് ഇന്റന്റ് അവർ കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ചെറിയ ടീമുകൾക്ക് അഗേൻസ്റ്റ് വരുമ്പോഴാണെങ്കിലും ബ്രൈറ്റൺ ചെറിയ ടീമെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു സിറ്റിക്ക് അഗേൻസ്റ്റ് വരും, യുണൈറ്റഡിന് അഗേൻസ്റ്റ് വരും, ലിവർപൂളിന് അഗേൻസ്റ്റ് വരും, ആർസണൽ അഗേൻസ്റ്റ് വരും, അവർ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് കളിക്കാൻ തുടങ്ങും അല്ലേ. കാരണം ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം, നമുക്ക് കുറച്ച് കൗണ്ടർ പ്രസ് ചെയ്യാം എന്നുള്ളവരൊക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്ത് ആ ഒരു സിസ്റ്റം കാണിക്കും. അത് മാത്രമല്ല നമ്മളിപ്പം ജനറലി വേൾഡ് ഫുട്ബോളിൽ നോക്കാനായിട്ടാണെങ്കിലും എല്ലാ കോച്ചുകളും ചെറിയ ടീം അത്യാവശ്യം കൊള്ളാവുന്ന ടീമുകളുടെ എന്ന് മാത്രമല്ല ഈവൻ മിഡ് ടേബിൾ സൈഡുകളുടെ കോച്ചുകളാണെങ്കിലും നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എത്രമാത്രം ഗെയിം ഇൻട്രസ്റ്റിംഗ് ആക്കാം, എത്രമാത്രം അറ്റാക്കിംഗ് ആക്കാം എന്നാണ് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എത്രമാത്രം ഗെയിം ഇൻട്രസ്റ്റിംഗ് അഥവാ അറ്റാക്കിംഗ് ആക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് നമുക്ക് കൗണ്ടർ പ്രസ് ചെയ്യാം, ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഫീൽഡ് ടിൽറ്റ് ഒപ്പോണന്റിന്റെ കുറയ്ക്കാം, ഗെയിം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാം. ഞാനിപ്പം വിശ്വസിക്കുന്ന ഒരു കാര്യം ഫുട്ബോളിലെ മോസ്റ്റ് പിനക്കിൾ ഫോം ഓഫ് അറ്റാക്കിലാണ് നമ്മളിപ്പോൾ. അതായത് അറ്റാക്കിംഗ് ഗെയിമിന്റെ ഏറ്റവും മോസ്റ്റ് പിനക്കിൾ ഫോം ഇൻ ടേംസ് എങ്ങനെ കൂടുതൽ അറ്റാക്കിംഗ് ഗെയിം ഇംപ്ലിമെന്റ് ചെയ്യുക, എങ്ങനെ നമ്മുടെ ഗോൾ കീപ്പറിനെയും കൂടെ പറ്റുവാണെങ്കിൽ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുക. എല്ലാ കോച്ചുകളും ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ പലരും സ്വീപ്പർ കീപ്പർ ഗോൾ കീപ്പേഴ്സിനെയാണ് എല്ലാവരും ഇപ്പം പ്രിഫർ ചെയ്യുന്നത്. ഹൈലൈൻ കളിക്കാൻ കപ്പാസിറ്റി ഉള്ള പൊസിഷണൽ അവയർനെസ് ഉള്ള സെന്റർ ബാക്സിനെയാണ് എല്ലാവരും ഇപ്പം ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ എന്നാ സംഭവിക്കുന്ന പോലെ അഗ്രസീവ്ലി ഹൈലൈൻ കളിക്കുക, എത്രയും പെട്ടെന്ന് കൗണ്ടർ പ്രസ് ചെയ്യുക, ഗെയിം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ കളിക്കാനും എസ്പെഷ്യലി കൗണ്ടർ പ്രസ് ചെയ്യാനായിട്ടും
ഒപ്പോണൻസ് കൂടുതലൊന്നും മടിയും. ഫുട്ബോളിൽ ഒന്നാമത് സംഭവിക്കാൻ പോകുന്ന ചേഞ്ചുകളിൽ ഒന്നതാണ്. കാരണം നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തിങ് എന്നാന്ന് വെച്ചാൽ ഇൻ ബിഹൈൻഡ് റൺ നടത്തുന്ന പ്ലേയേഴ്സ്, എസ്പെഷ്യലി കിലിയൻ എംബാപ്പെ ഒക്കെ പോലത്തെ പ്ലേയേഴ്സിന്, ഇപ്പൊ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് അതുപോലെ തന്നെ ഡീൻ ഹെച്ചർ ഒക്കെ പോലത്തെ പ്ലേയേഴ്സ് ഇൻ ബിഹൈൻഡിൽ നിന്ന് ജസ്റ്റ് ഒരു ബോൾ ഓവർ ദ ടോപ്പ് ഇട്ടാൽ ഈ ഹൈലൈൻ എപ്പോൾ പൊട്ടുകയും ചോദിച്ചാൽ ഓഫ് സൈഡ് ട്രാപ്പ് ആക്കുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആവും. കാരണം കിലിയൻ എംബാപ്പയുടെ ഫുട്ടിന്റെ ഒരു അറ്റം ഓൺ സൈഡ് ആയാൽ മതി, കാര്യം തീർന്നു. സോ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. സിമിലർലി ഫോർ എവറി പ്ലേയേഴ്സ്. കിലിയൻ എംബാപ്പെ ഒരു എക്സാമ്പിൾ പറയാണ്, കാരണം ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്ലേയേഴ്സിൽ ഒരാളാണ്, ഇഫ് നോട്ട് ദ ഫാസ്റ്റസ്റ്റ് പ്ലെയർ ആണ് ഇപ്പോൾ ഫുട്ബോൾ. ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബോത്ത് ലെഫ്റ്റ് ഫുട്ടഡ് ആൻഡ് റൈറ്റ് ഫുട്ടഡ് CB കോമ്പിനേഷൻസ് മസ്റ്റ് ആവും എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അത് നിങ്ങൾ പലരും പോയിന്റ് ഔട്ട് ചെയ്ത കാര്യമായിരുന്നു നമ്മൾ അന്ന് ആ ഡിസ്കഷൻ നടത്തിയപ്പോഴേക്കും. അതും പലരും പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോൾ റൈറ്റ് ഫുട്ടഡ് CBs ഇപ്പോൾ റൈറ്റ് ഫുട്ടഡ് CBസിന്റെ പേർ വെച്ച് ഇപ്പോഴും കളിക്കാൻ പറ്റും. കാരണം പൊസിഷണൽ അവയർനെസ് ഉണ്ടെങ്കിൽ ഓഫ് സൈഡ് ട്രാപ്പിലാക്കാം. പക്ഷെ ഇനിയും സംഭവിക്കാൻ എന്നാ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ ആംഗിൾ ഓഫ് ഡിഗ്രി ടേൺ ചെയ്യുന്നത് എളുപ്പമായിരിക്കണം. ഇപ്പോൾ ഒരു റൈറ്റ് ഫുട്ടഡ് CBക്ക് ആ ഒരു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു ആംഗിളും ലെഫ്റ്റ് ഫുട്ടഡ് CBക്ക് ഈ ഒരു ആംഗിളും ഓപ്പൺ അപ്പ് ആക്കുക എളുപ്പമാണ്. സോ എത്രയും പെട്ടെന്ന് ടേൺ ചെയ്യണം. കാരണം ആ പ്ലെയർ ഇൻ ബിഹൈൻഡ് റൺ നടത്തിയാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ടേൺ ചെയ്യണം, എത്രയും പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്യണം. സോ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ലെഫ്റ്റ് ഫുട്ടഡ് CB ആൻഡ് റൈറ്റ് ഫുട്ടഡ് CB പാർട്ട്ണർഷിപ്പ് മസ്റ്റ് ആവും, വളരെ വളരെ മസ്റ്റ് ആവും. സോ റൈറ്റ് ഫുട്ട് CB പെയറിങ് ഈ ഒരു റൂൾ വന്നാൽ ഓൾമോസ്റ്റ് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റിക്കവറി പേസ് ഉള്ള ഡിഫൻഡേഴ്സിന്റെ ഡിമാൻഡ് കൂടും. ഇപ്പം നമുക്കറിയാം, ഇപ്പം എക്സാമ്പിൾ പറയേണ്ടതാണ് ലാസ്റ്റ് സീസൺ ഇനിഗോ മാർട്ടിനസ് ബാർസലോണയുടെ. പുള്ളിക്ക് അന്യായ റിക്കവറി പേസ് ഉള്ള ഒരു ഡിഫൻഡർ അല്ല, പുള്ളിയുടെ ഏജ് ഒരു ഫാക്ടറാണ്. പക്ഷെ പുള്ളിയുടെ പൊസിഷണൽ അവയർനെസ് അന്യായമായിരുന്നു ഓഫ് സൈഡ് ട്രാപ്പ് കൊടുക്കുന്ന കാര്യത്തിനും മറ്റുമൊക്കെ. പക്ഷെ ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആവും ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കാനായിട്ട്, ഓൾമോസ്റ്റ് നല്ല ഇമ്പോസിബിൾ ആവും. സോ ആ ഒരു സിറ്റുവേഷനിൽ റിക്കവറി പേസ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആവും. സോ ഏജ് ആവും തോറും ഡിഫൻഡേഴ്സിന് ടീമിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എന്നാ പറയുക ഒരു കപ്പാസിറ്റി കുറഞ്ഞു വരും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റിക്കവറി പേസ് ഇല്ലാത്ത സെൻറ്റർ ബാക്കുകളുടെ ഡിമാൻഡ് ഓൾമോസ്റ്റ് ഇടിയുക ജനയും, എസ്പെഷ്യലി ബിഗ് ടീംസിലാണെങ്കിൽ. അതാണ് പറ്റാൻ പോകുന്ന മറ്റൊരു കാര്യം. ആൻഡ് വേറൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ടീമുകൾ കൂടുതലും ഡയറക്റ്റ് ആവാൻ തുടങ്ങും. സോ നമ്മളിപ്പം കാണുന്ന സംഭവം എന്താണ്, ഫുൾ ബാക്സ് ഇൻവേർട്ട് ചെയ്യുന്നു, സെൻട്രൽ ഏരിയാസിലൂടെ സ്പേസുകൾ കണ്ടെത്തി ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് മിഡ്ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്ത് ഒരു എന്നാ പറയുക ഒരു ടാക്ടിക്കൽ ബാറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഓരോ മാച്ചിലും നമുക്ക് ഓരോരോ പുതിയ പുതിയ ഐഡിയാസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ടീമുകൾ കൂടുതൽ ഡയറക്റ്റ് ആവുന്ന തുടങ്ങും. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പം എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകൾ അത്ര അഗ്രസീവ് ആവത്തില്ല. മേ ബി ഒരു മിഡ് ബ്ലോക്കിലോട്ടോ, ചിലപ്പോൾ മിഡ് ബ്ലോക്ക് കളിക്കുന്ന ടീമുകൾ എക്സ്ട്രീം ലോ ബ്ലോക്കിലോട്ടോ പോകുന്ന സിറ്റുവേഷൻ വരാം. ആ ഒരു സിറ്റുവേഷൻ വരാം. പക്ഷെ എന്നാലും നമുക്കറിയാം ടീമുകൾ പൊസിഷൻ കീപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും കുറച്ച് പുഷ് ചെയ്യും. അത് നാച്ചുറൽ ഇൻറ്റന്റ് ആണ്. കൂടാതെ ഇപ്പം ചില ടോപ്പ് കോച്ചുകൾക്ക് നമ്മൾ എന്തൊക്കെ റൂൾ വന്നെന്ന് പറഞ്ഞാലും അവർ കുറച്ചുകൂടെ എക്സ്ട്രാ അഗ്രസീവ്ലി ഹൈ ലൈൻ വെച്ച് തന്നെ കളിക്കാനായിട്ട് ശ്രമിക്കും. ഈ ഒരു സിറ്റുവേഷൻസിനും മറ്റുമൊക്കെ ബോൾ ഓവർ ദ ടോപ്പ് ലോങ് പോവുക കൂടുതൽ ഈസിയർ ആവും ആൻഡ് കൂടുതൽ വരാനായിട്ട് തുടങ്ങും. അത് ഈവൻ നമ്മളിപ്പം പെപ്പും ഹാൻസി ഫ്ലിക്കും ഇപ്പം ഡിസേർബിയും ഹസ്ലറും ഇവരും എല്ലാം അർണെ സ്ലോട്ടും ഒക്കെ ബിൽഡപ്പ് ചെയ്ത് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കോച്ചുകളാണ് എന്നൊക്കെ പറഞ്ഞാലും ഇനി കൂടുതൽ നമ്മൾ ഡയറക്റ്റ് ബോൾസ് അവരുടെ സിസ്റ്റത്തിലും വരുന്നത് നമ്മൾ കാണും. കാരണം ഈ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. സോ കൂടുതൽ ഡയറക്റ്റ് ഫുട്ബോൾ നമ്മൾ ഇനിയും കാണാനായിട്ട് തുടങ്ങും. അത് പലരും പറയുന്ന ഡയറക്റ്റ് ഫുട്ബോൾ വരുന്ന ഇൻട്രസ്റ്റിംഗ് അല്ലേ എന്ന് പറയാം. പക്ഷേ അത് കൂടുതൽ ബോറിംഗ് ആവും ഓവറോൾ നമ്മൾ. കാരണം എപ്പോൾ ബോൾ കിട്ടുന്ന എപ്പോഴും ഡയറക്റ്റ് പോകാൻ നോക്കുക. ആ ഒരു ബിൽഡപ്പ്, ആ ഒരു ഇൻവേർട്ടിംഗ് ഫുൾ ബാക്സിന്റെ ഡിമാൻഡ്സ് ഓൾമോസ്റ്റ് നീലാവും. സെൻട്രൽ ഏരിയാസിലുള്ള ലെറ്റ്സ് ആ ഒരു ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ അഥവാ ബോൾ പ്ലേയിങ് അബിലിറ്റി ഉള്ള മിഡ്ഫീൽഡേഴ്സ് അവരെ അധികം മേ ബി ബിൽഡപ്പിൽ യൂട്ടിലൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. സോ ഗെയിം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈവൻ ദോ കുറച്ചുകൂടെ ഡയറക്റ്റ് ആവത്തില്ല എന്ന് പലരും പറഞ്ഞാലും ഗെയിമിലെ ഓവറോൾ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു സുഖം ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ആ ഒരു സിനിമയാണ്. നമ്മളിപ്പം പലപ്പോഴും ഇപ്പോഴത്തെ മാച്ചുകൾ കാണുമ്പോൾ പലപ്പോഴും നമുക്കൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽ എങ്ങനെ പോകുന്നു, ആ ഒരു ടെക്നിക്കൽ പ്ലേയേഴ്സ് എങ്ങനെ ബിൽഡപ്പിൽ ഇല്ലാത്ത സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ ഒപ്പോണന്റിന്റെ ഓഫ് സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്യുന്നു, അതൊക്കെ കൂടുതൽ തിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് അത് ഇനിയും ആവശ്യം വരത്തില്ല. ജസ്റ്റ് ഡയറക്റ്റ് പോവുക, ഓഫ് സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്യുക. സോ ഇത് എറ്റ് അനദർ തിങ് ടു കൺസിഡർ ആണ്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഓവറോൾ തോന്നുന്ന ഒരു കാര്യം. ഡയറക്റ്റ് പോവും, റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് ഫുട്ടഡ് CB പെയറിങ്ങിന്റെ ആവശ്യം വരും. പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് റിക്കവറി പേസ് ഉള്ള സെൻട്രൽ ബാക്സിന് ഡിമാൻഡ് വളരെയധികം കൂടാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, പ്ലേയേഴ്സ് നല്ല പേസ് ഉള്ള സെൻട്രൽ ഫോർവേഡ്സിനൊക്കെയുള്ള ഡിമാൻഡ് ഇനിയും വളരെ വളരെ ഹൈ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം ഈ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് സംഭവങ്ങളൊക്കെ പതുക്കെ മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുമുണ്ട്. ഗെയിം
ഈ ഒരു റൂൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൂടുതൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ. സോ പിന്നെ ഒപ്പോണൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, ഹൈ ലൈൻ കളിക്കുക മാറും ലോ ബ്ലോക്കിലൂടെ. എസ്പെഷ്യലി നമ്മൾ ഈ മിഡ് ടേബിൾ ടീംസ് ഒക്കെ ഉണ്ടല്ലോ അത്യാവശ്യം. ഓക്കെ, ഞാൻ ഈ എക്സാമ്പിൾ പറയുകയാണ് ബ്രൈറ്റൻ്റെ ഒക്കെ. ഹസ്ലർ മാറുമെന്നല്ല, പക്ഷെ അത്യാവശ്യം നമുക്ക് അങ്ങോട്ട് കയറി അവരെ ഏത് ടോപ്പ് ടീംസിന് അഗേൻസ്റ്റ് നമുക്ക് അഗ്രസീവ്ലി കളിക്കാം എന്നുള്ള ഇൻറ്റൻറ്റ് പലപ്പോഴും ഈ മിഡ് ടേബിൾ സൈഡുകളുടെ കയ്യിൽ നിന്ന് പോകും. അവർ മേ ബി ഇപ്പോൾ ഒരു ഹൈ ലൈൻ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന മിഡ് ടേബിൾ സൈഡുകൾ ടോപ്പ് ടീംസിന് മാറ്റങ്ങൾ വരും, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മിഡ് ടേബിൾ സൈഡുകൾ ലോ ബ്ലോക്കിലോട്ട് പോകും. എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത് ഗെയിം കൂടുതൽ ബോറിംഗ് ആക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ IFAB ഇത് ഈ ഒരു ഡിസ്കഷൻ വെച്ചിരിക്കുകയാണ്. ഈ റൂൾ ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. ഇംപ്ലിമെൻ്റ് ആവണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. ഉടനെ അത് ഇംപ്ലിമെൻ്റ് ആവുമോ അറിയത്തില്ല. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇപ്പോൾ സെമി ഓട്ടോമേറ്റഡ് VAR കോൾ നമുക്കറിയാം, പതുക്കെയാണ് ഓരോ ലീഗിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്നത്. സോ അതുപോലെ തന്നെ പതുക്കെ ഓരോ ലീഗിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടായിരിക്കും ഉദ്ദേശിക്കുക. പിന്നെ ബ്ലൂ കാർഡിൻ്റെ കാര്യം അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബ്ലൂ കാർഡിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്ലെയറിനെ മേ ബി ഒരു 10 മിനിറ്റ്സ് ഇപ്പോൾ ആ പ്ലെയർ ന്യൂസൻസ് ആണെന്ന് തോന്നുവാണ്, റെഡ് കാർഡ് കൊടുക്കേണ്ട. യെല്ലോ കാർഡിനേക്കാളും കൂടിയൊരു ശിക്ഷ അവന് വേണം, പക്ഷേ റെഡ് കാർഡ് കുറച്ച് ഹാർഷാണ്. ആ ഒരു സിറ്റുവേഷനിൽ ബ്ലൂ കാർഡ് കൊടുക്കുന്നതിനെക്കുറിച്ചും ഉള്ള ആ ഒരു ഡിസ്കഷൻ അവർ നടത്താനായിട്ട് പോകുന്നു. സോ ബ്ലൂ കാർഡ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ബ്ലൂ കാർഡ് ആ ഒരു പർട്ടിക്കുലർ പ്ലെയറിന് കിട്ടുവാണെങ്കിൽ മേ ബി 10 മിനിറ്റ്സ് ആ പ്ലെയർ വെളിയിരിക്കേണ്ടി വരും. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റത്തില്ല. 10 മിനിറ്റത്തേക്ക് 10 പേരുമായിട്ട് ആ ടീം കളിക്കുക. ആ ഒരു പ്ലെയർ വെളിയിലിരുന്ന് 10 പേരുമായിട്ട് ആ ടീമിന് കളിക്കേണ്ടി വരും. സോ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ. സോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. മേ ബി അതൊരു നല്ല റൂൾ ആയേക്കാം ചില പ്ലേയേഴ്സിൻ്റെ, എസ്പെഷ്യലി ടൈം വേസ്റ്റിംഗ് ആണെങ്കിലും ചിലപ്പം നമ്മൾ ഓർക്കത്തില്ല റെഡ് കാർഡ് കൊടുക്കേണ്ടായിരുന്നു, പക്ഷേ യെല്ലോ കാർഡും ഇതാവുന്നൊക്കെയുള്ള സിറ്റുവേഷൻസിന് മേ ബി ബ്ലൂ കാർഡ് കൊടുക്കുക. അതൊരു നല്ല ചേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഓഫ് സൈഡ് റൂളിനെ കുറിച്ചാണ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അതെന്തായാലും ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഓവറോൾ ഫുട്ബോളിൻ്റെ ഡൗൺ ഗ്രേഡ് ചെയ്യുന്നൊരു ഫീലാണ് ഇപ്പോൾ എനിക്കുള്ളത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.